ആരാണ് വഞ്ചിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അത് സാമ്പത്തികമായ വഞ്ചനയല്ല, ഭൗതികമായ വഞ്ചനയല്ല, ആത്മീയമായ ഒരാൾക്ക് വഞ്ചന ഉണ്ടായി എന്നറിയണമെങ്കിൽ മൻ ഫനിയത് അയ്യാമുഹു ബിത്തസ്വീഫ്. എനിക്ക് നന്നാവണം, പക്ഷേ അത് നാളെ ആവട്ടെ, അടുത്ത റമളാനിലാവട്ടെ, ഒരു 6 മാസം കഴിഞ്ഞിട്ടാവട്ടെ, ഇനി എൻ്റെ ആയുസ്സിൻ്റെ അങ്ങ് അറ്റത്തൊരു ഹജ്ജിന് പോകുമ്പോഴായിക്കോട്ടെ, അതുവരെ ഞാൻ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും വഞ്ചിക്കപ്പെട്ടവരാണ്. നമ്മൾ സമയമുണ്ട് എന്ന് വിചാരിക്കാൻ, നമുക്ക് ഇനിയും സമയമുണ്ട്, യൗവനല്ലേ ആയിട്ടുള്ളൂ, ഇച്ചിരി കൂടെ കഴിയണ്ടേ, കുറച്ചും കൂടെ സമയം കിട്ടുമായിരിക്കും, ഇങ്ങനെ നമ്മളിൽ ആശ്വാസം കണ്ടെത്തുകയാണ്. അത് ഒരു തരം ഗബ്നാണ്, വഞ്ചനയാണ്. നമുക്കറിയാം നമ്മൾ വഞ്ചിക്കപ്പെടുക. അങ്ങനെ അങ്ങ് മരിച്ചുപോയാൽ നമുക്ക് ലഭിക്കേണ്ട വലിയൊരു ഭവനം, അല്ലാഹുവിന്റെ സാമീപ്യവും ലിഖാഉം എന്നേക്കുമായി നമുക്ക് നഷ്ടമാവാണ്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടരുത് എന്ന ചിന്തയാണ്, ആശയമാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന മരണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതൊക്കെ ഒരു പാഠങ്ങളാണ്. ഏറ്റവും വലിയ വഅദ് പറയുന്ന ആൾ, പ്രഭാഷണം നടത്തുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ അൽ മയ്യിത്ത്, മരിച്ചു കിടക്കുന്ന മനുഷ്യനാണ്. മരിച്ചു കിടക്കുന്ന ഒരു മയ്യിത്തിന് പറയാനുള്ളിടത്തോളം അത്രയൊന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല. ഒരു മരിച്ച മയ്യിത്ത് നൽകുന്ന ഒരു സന്ദേശം പോലെ ഒരാശയം ഒരു പ്രഭാഷകനും പറഞ്ഞു ധരിപ്പിക്കാനും കഴിയില്ല. അത് മൗനമായ ഒരു ഭാഷണമാണ്. മരണത്തിന് വിധിക്കപ്പെട്ട ആളുകളെ അവരുടെ സമയമനുസരിച്ച് കൊലക്കയറിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ ബാക്കിലുള്ള വിചാരിക്കും അടുത്തത് ഞാനായിരിക്കും, ഇനി എന്നെയായിരിക്കും വിളിക്കുക എന്ന് കാത്തിരിക്കുന്ന പോലെ പരലോകത്തേക്കുള്ളൊരു യാത്രയ്ക്ക് വേണ്ടി നമ്മളൊക്കെ ഊഴം കാത്തിരിക്കുകയാണ് എന്ന് മറന്നു പോകരുത്. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, അത് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു പച്ചയായ ഹഖീഖത്താണ്, അല്ലേ? ഇവിടെ വഴിയിൽ പോകുമ്പോൾ ഇവിടെ വലിയൊരു ഹമ്പുണ്ട്, അത് സാധാരണ ഹമ്പിനേക്കാൾ ഇച്ചിരി കൂടുതലാണ്. ബൈക്കറ്റ് ഓടിച്ചു പോയെങ്കിൽ മറിഞ്ഞു വീണേക്കും, അല്ലെങ്കിൽ ആഴമുള്ള കുഴിയുണ്ട് എന്ന് പറയുമ്പോഴേ ഞാൻ പോകുമ്പോഴേക്കും എന്നെ പേടിപ്പിക്കുന്ന കണ്ടോ എന്നാണോ പറയാ? ശ്രദ്ധിക്കാൻ വേണ്ടി പറയല്ലേ. അത് പറഞ്ഞില്ല, അവൻ കൊണ്ടുപോയ കുഴിയിലങ്ങ് വീണാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ വീടും മുമ്പേ അവിടെ കുഴിയുണ്ട് എന്ന് പറഞ്ഞു തരുന്ന പോലെയാണ് ഖുർആൻ പരലോകത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞിരുന്നത്. പേടിപ്പിക്കാനല്ല, നമ്മളെ സമാധാനിപ്പിക്കാനാണ്. ചെന്ന് അബദ്ധത്തിൽ പെട്ടിട്ട് ഇതെന്നോട് ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറയാതിരിക്കാനാണ് കാലയെ കൂട്ടി അറിയിച്ചത്. അതിനാണ് പ്രവാചകന്മാർ വന്നത്. ഇതിനാണ് ഖുർആൻ നിത്യവിസ്മയമായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നത്. അൽ മഗ്ബൂനു മൻ ഫനിയത് അയ്യാമുഹു ബിത്തസ്വീഫ്. ഏറ്റവും വലിയ വഞ്ചിക്കപ്പെടുന്ന ആള് മഹാനായ ശരീഉ സഖതി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹിക്മത്ത് നിറഞ്ഞ വാക്കുകളാണ്. വേർഡ്സ് ഓഫ് വിസ്ഡം, തത്വജ്ഞാനം നിറഞ്ഞ വാക്കുകളാണ്. വഞ്ചിക്കപ്പെട്ടവൻ കാലം മുഴുവനും പിന്നെയാവാം എന്ന് പറഞ്ഞ് നീക്കിക്കളഞ്ഞവനാണ്, നശിപ്പിച്ചു കളഞ്ഞവനാണ്. വൽ മഗ്ബൂതു മൻ തമന്ന സ്വാലിഹൂന മഖാമഹ. ആരാണ് ഏറ്റവും നല്ല ഭാഗ്യവാൻ? ആരാ ഭാഗ്യവാൻ? ലോട്ടറി അടിച്ച ആളാണോ ഭാഗ്യവാൻ? ആരാ ഭാഗ്യവാൻ? ആരാണ് ഭാഗ്യവാൻ? മൻ തമന്ന സ്വാലിഹൂന മഖാമഹ. സജ്ജനങ്ങൾ ഞാൻ അയാളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആരെ പറ്റിയെങ്കിലും സജ്ജനങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനാണ് അൽ മഗ്ബൂത്ത്. ഏറ്റവും വലിയ ഭാഗ്യം ചെന്ന ആളുകൾ ആശിക്കപ്പെടുന്ന വിധം ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് അൽ മഗ്ബൂതു മൻ തമന്ന സ്വാലിഹൂന മഖാമഹ. നല്ല മനുഷ്യന്മാരെ വിചാരിക്കണം, ആ മനുഷ്യനെ പോലെ. പെണ്ണുങ്ങൾ വിചാരിക്കുന്നു ആ മഹദിയെ പോലെ, ആ ഒരാളെ പോലെ എനിക്ക് ആവാൻ പറ്റിയെങ്കിൽ എന്ന് സജ്ജനങ്ങൾ ആരെപ്പറ്റി വിചാരിക്കുന്നുവോ ആ മനുഷ്യൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ഇതിപ്പോ ഞാൻ 2 സെന്റൻസിൽ പറഞ്ഞു തീർത്തു. ഇതായിത്തീരണമെങ്കിൽ വർഷങ്ങളുടെ അധ്വാനമുണ്ട്, അല്ലേ? എളുപ്പമാണോ? അല്ല. എന്നാൽ സാധ്യമല്ലേ? അസാധ്യമാണോ? ഇമ്പോസിബിൾ ആണോ?
അതുകൊണ്ട് നമുക്ക് മഖ്ബൂത്തുകളാകണം, സജ്ജനങ്ങളാൽ ആഗ്രഹിക്കപ്പെടുന്നവർ, നല്ല മനുഷ്യർ മനസ്സുകൊണ്ട് കൊതിക്കണം, ആ മനുഷ്യനെ പോലെ എനിക്കും ആവണം, എനിക്കും ആവാൻ കഴിഞ്ഞെങ്കിലെന്ന്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇദാ തമന്നാ അഹദുകും ഫൽയൻദുർ മാ യതമന്നാ. നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെക്കുകയാണെങ്കിൽ, പടച്ചവന്റെ മുമ്പിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ, ഫൽയൻദുർ മാ യതമന്നാ, എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കണേ. ഞങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, വെറുതെ എന്തെങ്കിലും ഒന്ന് കൊതിച്ചേക്കണ്ട, അതുപോലും നിങ്ങൾ ആലോചിച്ച് ചെയ്യണം. നിങ്ങൾ കൊതിക്കുന്നത് പോലും ഒന്ന് ആദ്യം ആലോചിക്കണം, എന്താ ഞാൻ പടച്ചവനോട് പറയേണ്ടത്. فَلْيَنْظُرْ مَا يَتَمَنَّى فَإِنَّهُ لَا يَدْرِي مَا يُكْتَبُ لَهُ مِنْ أُمْنِيَّتِهِ. നിങ്ങളുടെ ആഗ്രഹങ്ങളെങ്ങാനും അല്ലാഹു ഫയലിൽ സ്വീകരിക്കുകയാണെങ്കിൽ, ആ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് എന്താണ് അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിക്കുന്നത് എന്ന് പോലും നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് ചെയ്യണം. ആഗ്രഹിക്കേണ്ടത് ആലോചിക്കണം. എന്ത് മനോഹരമായ ഹദീസാണിത്. നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഒന്ന് ആലോചിക്കണം. അല്ലാഹുവിനോട് ആഗ്രഹം ചോദിക്കാം. എന്താ നമ്മൾ ചോദിക്കുക? അല്ലാഹുവിനോട് സല്ലല്ലാഹ ശഅസന അലിക്കും, ചെരുപ്പിന്റെ വാറ് വരെ മുറിഞ്ഞു പോയാൽ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോളൂ എന്നാണ്. പിന്നെ പറഞ്ഞു ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ ഫിർദൗസും ചോദിച്ചോളൂ. ഫഇന്നഹു അഅലാഹാ അർശുർ റഹ്മാൻ, ജന്നത്തുൽ ഫിർദൗസിന്റെ മുകൾ ഭാഗം അല്ലാഹുവിന്റെ അർശാണ്, ഉന്നതമായ സ്വർഗ്ഗം. ചെരുപ്പിന്റെ വാറും ഇതിന്റെ ഇടയിലുള്ളത് മുഴുവനും അല്ലാഹുവിനോട് ചോദിക്കാനുണ്ട്, അല്ലേ? ഇതൊക്കെ ചോദിക്കാം. പക്ഷേ അല്ലാഹു തആല നിങ്ങൾ ചോദിക്കുന്നത് ഫയൽ സ്വീകരിക്കും. ദുനിയാവിൽ ഒരാൾ പറയാം, പടച്ചവനെ എനിക്ക് മരിച്ചു പോയിട്ടൊന്നും വേണമെന്നും തോന്നുന്നില്ല, എനിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് സ്ഥിര വസ്തുക്കളോ, അല്ലെങ്കിൽ കായംകുളം ടൗണിൽ കുറച്ച് ബിൽഡിങ്ങോ. ഇത് കായംകുളത്തിന്റെ ഭാഗമല്ല, 2 കിലോമീറ്റർ കഴിഞ്ഞാൽ കൊല്ലം ജില്ലയല്ലേ. അടുത്ത മാസം 30-ാം തീയതി ഒരു പരിപാടി ഉണ്ടല്ലോ ഇവിടെ മണപ്പള്ളി. ഞാൻ വിചാരിച്ചത് 1 കൊല്ലം 1 ആലപ്പുഴ, രണ്ടും തമ്മിൽ അത്യാവശ്യം ദൂരം ഉണ്ടാവുന്നത്. ഇത്ര അടുത്താണ് ഇപ്പോഴേ ഇറങ്ങുന്നത്. അപ്പോ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ എനിക്ക് ഇന്നതൊക്കെ വേണം. ആഖിറത്തിന്റെ ഇതൊന്നും ചോദിച്ചില്ല എന്ന് വിചാരിക്കുക, എനിക്ക് നാട്ടിൽ കുറച്ച് സെറ്റിൽ ആവാനുള്ള സംഗതികൾ തന്നാ മതി പടച്ചവനെ എന്നൊരാൾ ചോദിച്ചാൽ അള്ളാഹു കൊടുത്തേക്കും. അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. അല്ലാഹു കൊടുത്തേക്കും. പക്ഷെ പരലോകത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചോദിക്കേണ്ടത് എന്താണ് എന്ന് ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്യണം. എന്താ ചോദിക്കേണ്ടത്? സ്വാലിഹീങ്ങൾ അല്ലാഹുവിനോട് കൃത്യമായും കണിശമായും ചോദിക്കുന്നവരാണ്. ഇന്നത് വേണം റബ്ബേ എനിക്ക്. അങ്ങനത്തെ ചില ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്വാലിഹീങ്ങളുടെ ജീവിത വഴിത്താരയിലെ വെള്ളി വെളിച്ചം, അവർ വിതറിയ വെളിച്ചം എന്നതാണ് നമ്മുടെ ശീർഷകം. കുറച്ച് എപ്പിസോഡുകൾ തന്നെ ആ വിഷയവുമായി ചർച്ച ചെയ്യാനുണ്ട്. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു ആദ്യ ഭാഗം ഞങ്ങൾ ചർച്ച ചെയ്തു. സ്ഥലം ഞാൻ മറന്നുപോയി. എവിടെയായിരുന്നു കഴിഞ്ഞ ആഴ്ച? തൃശ്ശൂർ പുലിക്കണ്ണിയിൽ. അതെ, ചെറുവാളൂർ ഉസ്താദിന്റെ ഉറൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആ വിഷയം തുടങ്ങി വെച്ചു. അതിന്റെ 2ാം ഭാഗമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സജ്ജനങ്ങളുടെ ചില ചിന്തകൾ, ഒരു സ്വാലിഹായ മനുഷ്യന്റെ ചിന്തകൾ, അവരുടെ ഹിക്മത്ത് ഒരായുഷ്കാലത്തിന്റെ അമലിന്റെ റിസൾട്ടാണ്. ജീവിതകാലം മുഴുവൻ അവർ പഠിച്ചെടുത്തതിന്റെ സത്തയാണ് അവരുടെ ജീവിതത്തിന് കിട്ടുന്ന വെളിച്ചം. അതുകൊണ്ടാണ് സജ്ജനങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം, അവരുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് അല്ലാഹു നമ്മോട് ചൊല്ലാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഹിദായത്ത് മാത്രം തന്നാ മതി എന്നാ പറയാ? അല്ലല്ലോ, ഹിദായത്ത് വേണം. പിന്നെന്ത് പറഞ്ഞു? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക്. അപ്പൊ അവരെ കുറിച്ച് നമ്മൾ അറിയണം, അവരാരായിരുന്നു. താബിഈങ്ങളും സ്വഹാബികളും താബിഈങ്ങളും അയിമ്മത്തുൽ മുജ്തഹിദീൻ അൽ ഉലമാഉൽ ആമിലീൻ, അല്ലാഹുവിന്റെ മുതസവ്വിഫീങ്ങളായ സജ്ജനങ്ങൾ, ഇവരൊക്കെ നമ്മൾ അറിയണം, മനസ്സിലാക്കണം ജീവിതത്തിൽ. അല്ലാഹുവിനോട് ലിഖാ ചോദിക്കണം.
അല്ലാഹുവേ നിന്നെ കണ്ട് കണ്ണിന് കണ്ണഞ്ചും വിധം അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ പരിശുദ്ധമായ വജ്ഹിലേക്ക് നോക്കാനൊരു തൗഫീഖ് വേണം റബ്ബേ. അല്ലാഹുമ്മ ലാ തഹരിംനാ ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക്. അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ വജ്ഹ് കാണാൻ ഞങ്ങൾക്ക് അവസരം നൽകണമേ. അത് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാവണം. എന്തിനാ ജീവിക്കുന്നത്? അല്ലാഹുവിനെ കാണണം. എന്തിനാ ജീവിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. അല്ലാഹു തന്നെ കലീമുല്ലാഹിയോട് പറഞ്ഞു, ലൻ തറാനി, എന്നെ കാണാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യണം? പടച്ചവനെ ആഖിറത്തിൽ വെച്ച് കാണാൻ കഴിയുമെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റബ്ബിനെ കാണണം. കാഴ്ച എന്നത് മനുഷ്യന്റെ വലിയൊരു ആഗ്രഹമല്ലേ, ഒരു വികാരമല്ലേ കാണുക എന്ന് പറയുന്നത്? പടച്ചവനെ കാണണം എന്ന ആഗ്രഹത്തിനാണോ നമ്മൾ ജീവിക്കുന്നത്? അതാവണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ മരിക്കാനൊന്നും വരെ പേടിണ്ടാവില്ല. പേടിച്ച് മരിക്കാണ്ടിരിക്കുമോ? പേടിച്ചാലും മരിക്കും, പേടിച്ചില്ലെങ്കിലും മരിക്കും. പക്ഷേ കൊതിയോടുകൂടെ മരിക്കുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എങ്ങനെ? ആഗ്രഹത്തിലാ മരിക്കുന്നത്. എന്തേ? ഞാൻ മരിച്ചുപോയാൽ എന്റെ റൂഹ് എന്റെ നഫ്സിൽ നിന്ന് വേർപിരിഞ്ഞു കഴിഞ്ഞാൽ എന്റെ റൂഹ് സ്വതന്ത്രമാണ്. ആ റൂഹിനെ മലക്കുകളെ കാണാൻ പറ്റും. മലക്കുകളുമായി സംസാരിക്കാൻ എന്റെ റൂഹിന് പറ്റും. ജീവിച്ചിരിക്കുന്ന ലോകവുമായി എന്റെ റൂഹിനെ സംവദിക്കാൻ പറ്റും. അർവാഹുകളും തമ്മിൽ ബന്ധമുണ്ട്. ഇബ്നുൽ ഖയ്യിം തങ്ങളുടെ കിതാബുർ റൂഹ്, ഇബ്നു അബി ദുനിയയുടെ കിതാബുൽ മനാമാത്ത് ഇതൊക്കെ എടുത്തു നോക്കിയാൽ അർവാഹുകളുടെ ലോകത്തിന്റെ മാസ്മരികത നമുക്ക് കണ്ട് അത്ഭുതപ്പെട്ടു പോകും. ഇതൊക്കെ സംഭവിക്കുന്ന ലോകമാണോ അത്? അതൊക്കെ അനുഭവിക്കണമെങ്കിൽ മരിക്കണം. മരിച്ചാലേ മരിക്കാൻ വേണ്ടി ദ്വാരക്കരുതെന്നാണ്. മരിക്കുമ്പോ ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരന്നാ മതി. എന്നാൽ ചില ആളുകളൊക്കെ അങ്ങനെ ദ്വാ ചെയ്തിട്ടുണ്ട്. അതിന്റെ ചില കാരണങ്ങളോ വശങ്ങളോ ഒക്കെ വഴിയെ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ആഗ്രഹം വേണം. എനിക്ക് അല്ലാഹുവിനെ കാണണം, പുണ്യ നബിയെ കാണണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല, ഹബീബിനെ നാളെ കാണാൻ പറ്റണം. അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾ നമ്മൾ അവരാരും വഴിതെറ്റിപ്പോകില്ല. ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് വഴിതെറ്റിപ്പോകുന്നത്. ഇബ്ലീസ് തട്ടിയെടുക്കാൻ എളുപ്പമാണ്. കാരണം നമ്മൾ ലക്ഷ്യമില്ലാതെ നടക്കുകയാണ്. ലക്ഷ്യമില്ലാതെ നടക്കുന്ന ഒരാളെ എങ്ങോട്ട് കൊണ്ടുപോകാം? പക്ഷെ ഞാൻ പോകുന്ന ഈ വഴിക്കാണ്, ഞാൻ ബാക്കോട്ടില്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം മുമ്പിൽ വേണ്ടേ? അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം പോലും ചിന്തിച്ച് ചെയ്യണം എന്ന് പുണ്യനബി പറയാൻ കാരണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇമാം ബുഖാരി തങ്ങൾ അദബുൽ മുഫ്രദിൽ, ഇദാ തമന്നാ അഹദുകും ഫൽയൻദുർ മാ യതമന്നാ, നിങ്ങൾ ആരെങ്കിലും ആഗ്രഹം അല്ലാഹുവിനോട് പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം എന്താണെന്ന് ചിന്തിച്ചു ചെയ്യണമേ. ഫഇന്നഹു ലാ യദ്രി മാ യുക്തബു ലഹു മിൻ ഉംനിയതിഹി, നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് എന്താണ് അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നത് അല്ലാഹു ഫയലിൽ സ്വീകരിക്കുകയാണെങ്കിൽ അതൊരു ഗുണപ്പെട്ടതായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. അള്ളാഹുവിനോട് കുട്ടികളില്ല, മക്കളെ തരണേ എന്ന് മാത്രം ചോദിക്കരുത്. എന്ത് ചോദിക്കണം? സ്വാലിഹായ മക്കളെ തരണേ പടച്ചവനെ. വീട് തരണേ എന്ന് മാത്രം ചോദിക്കേണ്ട, പടച്ചവനെ റാഹത്തും സന്തോഷവുമുള്ള വീട് തരണമേ ചോദിക്കാം. കൂട്ടുകാരെ നൽകണമേ, അല്ല സ്വാലിഹീങ്ങളായ കൂട്ടുകാരെ നൽകണമേ. ജോലി വേണം, അത് ബാങ്കിലായാലും കുഴപ്പമില്ല, പലിശപ്പണിയാലും കുഴപ്പമില്ല, എനിക്ക് സർക്കാർ ശമ്പളം കിട്ടിയാൽ മതി, അതല്ല ചോദിക്കേണ്ടത്. റബ്ബേ നിനക്ക് പൊരുത്തമുള്ള ഹലാലായ ജോലി, ബാങ്കും പലിശ ഒന്നും എനിക്ക് വേണ്ട റബ്ബേ. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക, ബാങ്കുകാർ പെട്ടെന്ന് ബുക്കിങ്ങിന് വരും, ഞങ്ങൾക്ക് തരുമോ? ഒരു കറക്റ്റ് റെന്റും തരും. അപ്പം ഇങ്ങനെ ഏതെങ്കിലും മൂല്യന്മാരിഞ്ഞ് ബാങ്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടോ? മൂപ്പരൊപ്പം കൂടിയിട്ടെങ്കിലും ഇത് വാടക കൊടുത്തേക്കാം. എന്തേ അത് അല്ല, റിബ അല്ലാഹുവിനോട് ചെയ്യുന്ന യുദ്ധമാണ്. അതിൽ കോംപ്രമൈസ് ഇല്ല. ഖിയാമത്ത് നാളുമ്പോൾ റിബ കൂടുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. കുറയുന്നല്ല പറഞ്ഞത്, കൂടുന്ന. അതിന്റെ ഗുബാറ് പോലും, അതിന്റെ പൊടി പോലും നിങ്ങൾക്ക് അനുഭവിക്കാതെ ജീവിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് റബ്ബേ, പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഏർപ്പാടിനും ഞാൻ എന്റെ പ്രോപ്പർട്ടി കൊടുക്കൂല. നാട്ടിൽ കൊടുക്കാൻ ഇഷ്ടം പോലെ വേറെ ഉണ്ടല്ലോ, ഞാൻ എന്റെ കൊടുക്കുന്നില്ല, എനിക്കത് വേണ്ട, ആ വരുമാനം എനിക്ക് വേണ്ട. ഇങ്ങനെ ദൃഢനിശ്ചയത്തോടുകൂടെ അള്ളാഹുവിന്റെ തഖ്വയിൽ ജീവിക്കാം. തഖ്വ എന്ന് പറയുമ്പോൾ പള്ളിയിൽ ജുമുഅക്ക് കേൾക്കുന്ന ഒരു വാക്ക് മാത്രം, എന്നോടും അള്ളാഹിന്റെ പടപ്പുകളെ നിങ്ങളോടും
അള്ളാഹുവിനെ ഭയപ്പെടണമേ എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഖതീബ് പറയുന്ന അർത്ഥം ഉസീകും ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ പടപ്പുകളെ നിങ്ങളോട് വസിയത്ത് ചെയ്യട്ടെ, വഇയ്യായ, എന്റെ ശരീരത്തോട് തന്നെയും, ബിതഖ്വല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടണമേ. അത് സമ്പത്തിൽ ഭയപ്പെടണം, മക്കളിൽ, നമ്മുടെ യാത്രയിൽ, നമ്മുടെ ഇരുത്തത്തിൽ, നമ്മുടെ നാട്ടിൽ, വീട്ടിലൊക്കെ അള്ളാഹുവിനോട് നിങ്ങൾ ആഗ്രഹം പറയുമ്പോൾ ചിന്തിച്ചു ആലോചിച്ചു പറയണമേ. എന്നിട്ട് അള്ളാഹു വലിയൊരു മുതലാളിയുടെ കഥയാണ് നമ്മെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ഖസസിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم فخرج على قومه في زينته. ഖാറൂൻ എന്ന് പറയുന്ന മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ദൈവനിഷേധിയായ മുതലാളി, അയാളുടെ ആഡംബരവും പൊലിമയും നിറഞ്ഞ ജനങ്ങൾക്കിടയിലൂടെ സമ്പത്തും ആർഭാടവും പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി. ഖാറൂനിന്റെ പരിവാരങ്ങളോടുകൂടെയുള്ള ഒരു പുറപ്പെടൽ. അയാൾ ജീവിച്ചത് ഈജിപ്തിലാണ്. ഈജിപ്തിലെ ഫയ്യൂം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഖൈറോവിൽ നിന്നൊരു 100 കിലോമീറ്റർ മാറിയിട്ട്. ഖാറൂനിന്റെ കൊട്ടാരവും അയാളുടെ തോട്ടങ്ങളും നിന്നിരുന്ന വലിയൊരു പ്രദേശം ഒന്നാകെ ഭൂമിയിലേക്ക് താഴ്ത്തപ്പെട്ട് അവിടെ ഇന്നൊരു ജലാശയമാണ്, ചെന്ന ഒരു വലിയ ജലാശയമാകാണ്. ഖാറൂൻ ജീവിച്ചു പോയ നാടാണ് ഫയ്യൂം എന്നാണ് സ്ഥലത്തിന് പറയുന്നത്. فخرج على قومه في زينته. സർവ ആഡംബരത്തോടും കൂടെ ഖാറൂൻ തന്റെ ജനങ്ങൾക്കിടയിലേക്ക് പുറപ്പെട്ടു. ആളുകൾ ഇങ്ങനെ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുക. قال الذين يريدون الحياة الدنيا, പൈസ വേണം, കാശ് വേണം എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കാശ് വേണം, ജീവിതത്തിൽ അടിച്ചു പൊളിക്കണം, എനിക്ക് സമ്പത്ത് വേണം എന്ന് മാത്രം ചിന്തിക്കുന്നവർ അവരെന്ത് പറഞ്ഞു? യാ ലൈത ലനാ മിഥല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം. ഖാറൂനിന് നൽകപ്പെട്ടതുപോലത്തത് ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ അയാൾ എത്ര നല്ല ഭാഗ്യവാൻ എന്ന് പൈസ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും പറയാൻ തുടങ്ങി. ഓ, എന്താണ് വരവല്ലേ, എന്താണ് വാഹനം, എന്തൊക്കെയാണ് പരിവാരങ്ങൾ, എന്തൊക്കെ ആഭരണങ്ങളാണ് കൂടെ. ഖാറൂനിന് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും വേണമെന്ന് ഭൗതികത ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും പറഞ്ഞു. വിശുദ്ധ ഖുർആൻ. മുനിങ്ങളെ, ഇത് ഈ ലോകത്ത് നമ്മുടെ മനസ്സിൽ നടക്കുന്ന ചില മെന്റൽ ക്ലാഷുകൾ ഉണ്ടാവും, അതിനുള്ള പരിഹാരമാണ് ഈ ആയത്ത്. പെട്ടെന്ന് ഗൾഫിലേക്ക് പോയി, അല്ലെങ്കിൽ പെട്ടെന്നൊരു ബിസിനസ് അങ്ങ് ഫ്ലറിഷ് ചെയ്ത് ഉഷാറായി, ഒരാൾ സമ്പന്നനായി മാറുമ്പോഴേ അയാൾക്കത് ലഭിച്ചത് ഹലാലിൽ നിന്നാണോ അല്ലയോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാൻ നേരമില്ല. നമ്മൾ അയാളുടെ പിന്നാലെ ഓടും. ഒരുപക്ഷെ മുമ്പരെ പിടിച്ച് പള്ളിന്റെ ഖജാഞ്ചിയാക്കും. അയാളത് ഉണ്ടാക്കിയത് വട്ടിപ്പലിശ ഉണ്ടായിരിക്കും. പറ്റുമോ നമുക്ക്? അല്ലെങ്കിൽ അറബിയെ കുളിപ്പിച്ച് കിടത്തിയതായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും. നമ്മൾ പെട്ടെന്ന് പൈസക്കാരനാവട്ടെ ഖജാഞ്ചി, ഉപരി എങ്ങനെ ഉണ്ടാക്കിയതാണിത് ചിന്തിക്കൂല. ചിന്തിക്കണം. അയാൾ പള്ളിക്ക് വേണ്ടി 100 ചാക്ക് സിമെന്റ് എന്റെ വക എന്ന് പറഞ്ഞാൽ ആ സിമെന്റിന്റെ കാലി ഖബർ പോലും ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറയണം. അതിന്റെ ചങ്കൂറ്റം വേണം പള്ളിയുടെ ഭരണകർത്താക്കൾക്ക്. പറ്റില്ല എന്നാ. യാ ലൈത ലനാ മിഥല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം. ഇയാൾ എത്ര വലിയ ഭാഗ്യവാനാണ് എന്ന് ഖാറൂനിന്റെ വാഹനങ്ങളെ കണ്ടപ്പോ, വാഹന വ്യൂഹത്തെ കണ്ടപ്പോൾ, അയാളുടെ സമ്പൽ സമൃദ്ധി കണ്ടപ്പോൾ പൈസ മാത്രം ചിന്തിക്കുന്ന ആളുകൾ പറഞ്ഞുപോയി, യാ ലൈത ലനാ, ഞങ്ങൾക്കും അതുപോലെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. وقال الذين اوتوا العلم, ഇൽമ നൽകപ്പെട്ട ആളുകൾ. കാഞ്ഞിപ്പുഴ ഇൽമിന്റെ നാടാണ്. പഴയകാലത്തെ 2ാം പൊന്നാനി എന്നൊക്കെ അറിയപ്പെട്ട പ്രദേശമാണിതെന്നാണ് എൻ്റെ അറിവ്. അത്രയും വലിയ ആലിമീങ്ങളൊക്കെ പഠിച്ചുപോയ ഇൽമിന്റെ പ്രസരിപ്പുള്ള ഒരു നാടാണ്. ഒരുപാട് പണ്ഡിതന്മാർ പഠിച്ചുപോയ നാടാണിത്.
നൽകപ്പെട്ട ആളുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നൽകപ്പെട്ട ആളുകൾ, അവര് പാവങ്ങളായിരുന്നു, കാശില്ലാത്തവരായിരുന്നു. അവരുടെ നാവിൽ നിന്ന് ഒരിക്കലും വന്നില്ല ഞങ്ങൾക്കും ഖാറൂനിനെ പോലെ ഉണ്ടായിരുന്നെങ്കിലെന്ന് അവര് പറഞ്ഞില്ലെന്നു മാത്രമല്ല, ഞങ്ങൾക്കതുപോലെ വേണം എന്ന് പറഞ്ഞവരെ ഇവര് തിരുത്തുകയാണുണ്ടായത്. അല്ലാഹു പറയട്ടെ, വഖാലല്ലദീന ഊതുൽ ഇൽമ നൽകപ്പെട്ട ആളുകൾ പറഞ്ഞു, ഐലക്കും, ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ നാശം, നിങ്ങൾ ഇവനെ പോലെ ആവണമെന്ന് കൊതിക്കുകയാണോ? സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹാ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമല്ലയോ ഈ ലോകത്തിന്റെ ആർഭാടങ്ങളെക്കാളൊക്കെ ഏറ്റവും നല്ലത്? അള്ളാഹു നൽകുന്ന പ്രതിഫലമല്ലേ? സജ്ജനങ്ങളായി ജീവിക്കാൻ കഴിയുക എന്നതല്ലയോ ഏറ്റവും വലിയ സൗഭാഗ്യം? എന്തല്ല, കാശുണ്ടായി കാണലല്ല, ഹലാലായ പൈസയാണ്. കുഴപ്പമില്ലേ? സ്വാലിഹായ ഒരു മനുഷ്യന്റെ കയ്യിൽ സ്വാലിഹായ സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടാകുന്നത് നല്ലത് തന്നെ എന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? അവരാ പൈസ കൊണ്ട് അഹങ്കരിക്കൂല. അവര് ചുറ്റുവട്ടത്തുമുള്ള ആളുകൾക്ക് എന്റെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ്. അവര് ദാനധർമ്മം ചെയ്യും, അവര് പാവപ്പെട്ടവരെ സംരക്ഷിക്കും. അത് ഖൈറാണ്. പിഷ്കനായ ഒരു മനുഷ്യന്റെ കൈ കിട്ടിയിട്ട് എന്താ കാര്യം? وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. ആ വാക്കാണ് ഏറ്റവും വലിയ ആശയം നൽകുന്ന ഒരു ഭാഗം ഈ ആയത്തിലെ. ولا يلقاها إلا الصابرون. ഖാറൂനിന് നൽകപ്പെട്ട സമ്പൽ സമൃദ്ധിയെക്കാളും ഏറ്റവും നല്ലത് 5 വക്ത് നിസ്കാരവും ഖുർആൻ ഓതുന്നതും ദിക്ർ ചൊല്ലുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും മജ്ലിസുൻ നൂറിൽ ഇരിക്കുന്നതും സ്വലാത്തിന്റെ മജ്ലിസിൽ പോയി ഇരിക്കുന്നതും ദാനധർമ്മം ചെയ്യുന്നതും നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുന്നതും ഇതൊക്കെയാണ് എന്ന് പറയുമ്പോഴും വലാ യുലഖാഹാ ഇല്ലസ് സ്വാബിറൂൻ. നല്ല ക്ഷമയുള്ളവർക്കേ അത് ഉൾക്കൊള്ളാൻ കഴിയൂ. എല്ലാത്തവരും പറയും, എന്നാലും കുറച്ച് പൈസക്ക് അതിന്റെ പകുതിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പോകും അല്ലേ? എങ്ങനെയാണെങ്കിലും, എങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിലും എനിക്കും കുറച്ച് തരാമായിരുന്നില്ലേ പടച്ചവനെ? അവന് കിട്ടിയതുപോലെ അതിന്റെ പകുതിയെങ്കിലും എനിക്ക് തന്നൂടായിരുന്നോ എന്ന് പറയാതെ, ദാരിദ്ര്യത്തിലാണെങ്കിലും ഞാൻ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവനാണല്ലോ, അൽഹംദുലില്ലാഹ്. ഹലാലായ സമ്പാദ്യം തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ പറയേണ്ടതാണ്. അത് ഹറാമു കൂടിയാണെങ്കിൽ നാളെ പൊട്ടിക്കരഞ്ഞു പോകും സമ്പത്തിന്റെ വിചാരണ തുടങ്ങുമ്പോൾ. അതുകൊണ്ട് റബ്ബേ, ദാരിദ്ര്യമുണ്ടെങ്കിലും ഞാനൊരു മുഅ്മിനാണല്ലോ എന്ന തിരിച്ചറിവുണ്ടാകുന്നത് അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. ആണും പെണ്ണും അങ്ങനെയാണ്, ഭാര്യയും അങ്ങനെ ചിന്തിക്കണം. അയൽപക്കത്തെ വീട് ഇങ്ങനെ പൊങ്ങുമ്പോ പറഞ്ഞു പോവരുത്, ഭർത്താവേ നിങ്ങൾക്ക് എന്തിനു പറ്റും? എത്ര കാലമായി നിങ്ങൾ പോവാൻ തുടങ്ങിയിട്ട്? അവൻ പോയി 2 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ, വീടൊക്കെ ഇടിച്ച് പൊളിച്ച് നിരത്തിയതാ കൊട്ടാരം പണിയുന്നു, നിങ്ങളെ കൊണ്ട് എന്തിനു പറ്റും? മതി നമുക്ക്. ഇവിടെ ഒരു കൂരയാണെങ്കിലും നാളെ സ്വർഗ്ഗം അല്ലാഹു നൽകുകയാണെങ്കിൽ ഇതെല്ലാം മറന്നു പോവില്ലേ? ഒരു ദിവസമോ 1/4 ദിവസമോ അല്ലേ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ എന്ന് നാളെ മറുപടി പറയുന്ന ഒരു ലോകത്ത് ഇവിടെ എന്തനുഭവിച്ചാലും എത്ര കുറച്ചാണ്. സമയം അറിയില്ല. മരിച്ചു പോകുന്ന ഒരു മനുഷ്യന് സമയം അറിയില്ല. എന്തേ? അഹ്ദാസുകൾ, സംഭവ വികാസങ്ങൾ നടക്കണില്ല. അതുകൊണ്ട് ശരീരത്തിന് സമയം ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് കാഫിറും അല്ലാത്തവരും കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ മാ ലബിസ്നാ ഇല്ലാ യൗമൻ ഔ ബഅദ യൗം. ഒരു ദിവസമോ 2 ദിവസം കടന്ന പോലെ തോന്നുന്നു എന്നേ പറയാം. ആയിരക്കണക്കിന് കൊല്ലം ഖബറിൽ കടന്നാലും അങ്ങനെ പറയാം. സുബ്ഹാനല്ലാഹ്. അഹ്ദാസുകൾ, സംഭവ വികാസങ്ങൾക്ക് നമ്മൾ വിധേയമാവുന്നില്ലാത്തത് കൊണ്ടാണ്.
അല്ലാമ മുത്തവല്ലി ഷഅറാവിയുടെ മനോഹരമായ ഒരു തഫ്സീറുണ്ട് ഇതിനെ സംബന്ധിച്ച്. ഖബറിലെ ജീവിതത്തിലെ സമയം അനുഭവിക്കാതിരിക്കാൻ എങ്ങനെയാണ്? മുഅ്മിനീങ്ങൾക്ക് ഒട്ടും അനുഭവിക്കൂല. എന്നാൽ കാഫിറുകൾക്ക് അല്ലാഹു തആല, അവിശ്വാസികൾക്ക്, ദൈവനിഷേധികൾക്ക് അവിടം ചില സംഭവ വികാസങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ അവർക്ക് ദൈർഘ്യമറിയുമെന്നാണ്. മുഅ്മിനീങ്ങൾക്ക് അതറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. വലാ യുലഖാഹാ ഇല്ലാ സ്വാബിറൂൻ. ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ കാര്യങ്ങളെ വീക്ഷിക്കാൻ കഴിയൂ. നല്ല ക്ഷമ വേണം. അല്ലാഹു നമുക്കത് നൽകട്ടെ. സമ്പത്തുണ്ടെങ്കിലും ക്ഷമ വേണം, സമ്പത്തില്ലെങ്കിലും ക്ഷമ വേണം. ഈ ലോകം അങ്ങനെയാണ്. നമ്മളെ നന്നാക്കുകയല്ലാതെ ഈ ലോകത്തെ നന്നാക്കാൻ പറ്റില്ല. നമ്മൾ നന്നാവണം. അതിൻ്റെ ഇടയ്ക്ക് അല്ലാഹു തുടരുകയാണ് സൂറത്തുൽ ഖസസ്. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള. ആ ഖാറൂനിനെയും അവന്റെ കൃഷിയിടങ്ങളെയും അവന്റെ തോട്ടങ്ങളും ഒന്നാകെ ഭൂമിയിലേക്ക് നമ്മൾ അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു. ഫയ്യൂമിലേക്ക് ചെന്നാൽ ഇത് കാണാൻ പറ്റും. കെയ്റോവിൽ നിന്നൊരു 1.5 മണിക്കൂർ ബസ്സിന് യാത്ര ചെയ്താൽ എത്താൻ പറ്റും. 2 മണിക്കൂറിനടുത്ത് വലിയൊരു നാട് ഭൂമിക്കുള്ളിലേക്ക് പോയതാണ്. അവിടെ ഇങ്ങനെ ഒരു ചെളി പോലെ കിടക്കുന്ന ഒരു ജലാശയം മരുഭൂമിയുടെ നടുവിൽ. മരുഭൂമിയിലെ കുറച്ച് കൃഷിയിടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്, ഒഴിഞ്ഞ പ്രദേശം. ഭൂമിയിലേക്ക് അവനെയും അവന്റെ വീടും നാടും നമ്മൾ താഴ്ത്തി. അവനെ സഹായിക്കാൻ ഒരാളും കൂടെ ഉണ്ടായില്ല. ആയിരക്കണക്കിന് പരിവാരങ്ങൾ ഭൂമിയിലുണ്ട്. ആരും അള്ളങ്ങ് പിടിച്ച് താഴ്ത്തിയപ്പോ നിലവിളിക്കാനല്ലാതെ മറ്റൊന്നും ആയില്ല. വമാ കാന മിനൽ മുൻതസിരീൻ. അല്ലാഹു അവനെ സഹായിക്കുകയും ചെയ്തില്ല. وأصبح الذين تمنوا مكانه بالأمس يقولون. ഇന്നലെ വരെ ഖാറൂനിനെ പോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവർ പറയാൻ തുടങ്ങി. പോയപ്പോ അങ്ങനെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇതുപോലെ കിട്ടിയെങ്കിൽ എന്ന്. അവരെന്താ പറഞ്ഞത് പിന്നെ? വൈകഅന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ. അല്ലാഹുവാണ് യഥേഷ്ടം ആളുകൾക്ക് കൊടുക്കുന്നതും അല്ലാഹു തന്നെയാണ് പിടിച്ചു വെക്കുന്നതും. അല്ലാഹുവിന്റെ ഒരു രീതിയാണ്. കയ്യും കണക്കുന്നതിനില്ല. സർട്ടിഫിക്കറ്റ് ഉള്ള PhDക്ക് മേലെ PhD ഉള്ളവർ ജോലി കിട്ടാതെ നടക്കുന്നുണ്ട് അല്ലേ? വെറും 4ാം ക്ലാസ്സും ഗുസ്തിയുള്ളവർ വലിയ ബിസിനസ്സുകാരായി നടക്കുന്നുണ്ട് അല്ലേ? എന്റെ കാരണം എന്നറിയോ? സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് റിസ്ക് കിട്ടുന്നതെങ്കിൽ ആളുകൾ വിചാരിക്കും റിസ്ക് തരുന്നത് സർട്ടിഫിക്കറ്റാണ്, അല്ലാഹു അല്ല. അതുകൊണ്ടാണ് അല്ലാഹു റിസ്ക് വേറെയാണ്. നിങ്ങൾ പഠിക്കണം, ജോലിക്ക് വേണ്ടി പഠിക്കേണ്ട. ജോലിയും ഇതൊക്കെ തരുന്ന അല്ലാഹു. അത് റബ്ബിന്റെ രീതിയാണ്. അത് പടച്ചവൻ കണക്കാക്കി വെച്ചതാണ്. നിങ്ങൾ പഠിക്കണം, ഇൽമുണ്ടാവാൻ വേണ്ടി പഠിക്കണം. ലേൺ ഫോർ ദ സേക്ക് ഓഫ് നോളജ്. എന്തിനല്ല? ഫോർ ദ സേക്ക് ഓഫ് വേജ്. അതിനല്ല പഠിക്കേണ്ടത് ഇൽമു പഠിക്കാനാണ്. അതിനുവേണ്ടി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് ജോലി കിട്ടും വിചാരിക്കണ്ട. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ല. كم عاقل نعيت مذاهبه وجاهل جاهل تلقاه مرزوقا. هذا الذي ترك اللوهام حائرة وصير العالم النحرير زنديقا. എത്ര ബുദ്ധിയുള്ള ആളുകൾ. كم عاقل نعيت مذاهبه. ഒരു ജോലിയും കിട്ടാതെ നടക്കുന്ന എത്ര ബുദ്ധിമാനികളുണ്ട്, പഠിച്ചവരുണ്ട്. എത്ര ആൾക്കാരുണ്ട്. വജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖാ. എല്ലാ എക്സാമിലും വട്ടപൂജ്യം വാങ്ങിയിരുന്ന ആളുകൾ എത്ര നല്ല പൈസക്കാരായി ലോകത്ത് ജീവിക്കുന്നുണ്ട്. തൽഖാഹു മർസൂഖാ. ഇത് മനുഷ്യനെ അന്ധാളിപ്പിച്ചു കളഞ്ഞു. മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി, ഇതെന്തു കഥയാണ്, ഇത് ദൈവത്തിന്റെ നീതിയാണോ എന്ന് പോലും ചിലർ ചോദിച്ചു. ചില ആളുകൾ മതം വിടാൻ വരെ കാരണമായി. ഇങ്ങനെയാണോ പടച്ചോൻ ചെയ്യുന്നത്? ഞങ്ങൾ ഇത്രയൊക്കെ പഠിച്ചുണ്ടാക്കിയിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല. എന്നാൽ എന്നും ബാക്ക് ബെഞ്ചിൽ അടികൊണ്ട് സസ്പെൻഷനിൽ കിടന്നിരുന്ന ആൾക്കാർ, അവരൊക്കെ വലിയ വലിയ ബിസിനസ്സുകാർ, അവരുടെ കമ്പനിയിൽ ചെന്ന് ഞാൻ ജോലിക്കാരനായി ചേരേണ്ട അവസ്ഥയാണ്. ഇതെന്ത് നീതിയാണ് എന്ന് പോലും ചിലർ ചോദിച്ചു. പക്ഷേ ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു നീതിമാൻ തന്നെ.
ഭക്ഷണം തരുന്നത് ആരാ? അല്ലാഹുവാ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ല എന്ന് മനസ്സിലാക്കി തരാൻ മാത്രം. അല്ലാഹു ഹുവർ റാസിഖ്. അല്ലാഹു റാസിഖ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും സർട്ടിഫിക്കറ്റ് റിസ്ക് തരുന്നത്. ഒരിക്കലുമില്ല. وَيْكَأَنَّ اللَّهَ يَبْسُطُ الرِّزْقَ لِمَن يَشَاءُ مِنْ عِبَادِهِ وَيَقْدِرُ. അല്ലാഹു അവന്റെ ദാനം അല്ലാഹു നൽകുന്നത് ചുരുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ചിലർക്ക് കുറച്ചു കൊടുക്കും, ചിലർക്ക് ഒരുപാട് കൊടുക്കും. ഇവർ തിരിച്ചറിഞ്ഞു. ഇന്നലെ വരെ അവർ പറഞ്ഞത് ഞങ്ങൾ ഖാറൂനെ പോലെ ആയെങ്കിൽ എന്നാ. അല്ലാഹ് പിടിച്ചങ്ങ് താഴ്ത്തിയപ്പോ അവരങ്ങ് പ്ലേറ്റ് മാറ്റി. ഓ ശരിയാണ് കേട്ടോ, പടച്ചോൻ കൊടുക്കും, കൊടുക്കാതിരിക്കും. ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ. നമ്മൾ കൊതിച്ചതിന്റെ പേരിൽ ഖാറൂനെ താഴ്ത്തിയതുപോലെ അല്ലാഹു നമ്മയും താഴ്ത്താൻ കഴിയുന്നവനായിരുന്നു. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ നശിപ്പിച്ചില്ല. വൈകഅന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. അല്ലാഹുവിനെ നിഷേധിച്ചവനായിരുന്നു ഖാറൂൻ. അതുകൊണ്ട് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. ദൈവനിഷേധം പറയുന്ന ആളുകൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ എഴുതി വെച്ചോ. നിരീശ്വരവാദികൾ ലോകത്ത് ഒരുപാടുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ അതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. പക്ഷെ ഖുർആൻ പറഞ്ഞൊരു കാര്യം നമുക്ക് പറയാം. വൈകഅന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. ഈ പ്രപഞ്ചവും നമ്മെ തന്നെയും നമ്മുടെ ശരീരവും നമ്മുടെ ബ്രെയിനും നമ്മുടെ കണ്ണും നാവും സംസാരിക്കാനുള്ള ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവും ചിന്തയും മനസ്സും രക്തധമനികളുമെല്ലാം നമ്മുടെ ദേഹത്തുണ്ടായിരിക്കെ ഇത് വെറുതെ പൊട്ടിമുളച്ചതാണെന്ന് പറയുന്ന ഒരു മനുഷ്യനും വിജയിക്കാൻ കഴിയില്ല. ഒരിക്കലും അവർക്ക് വിജയിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ സമാധാനം ഉണ്ടാവില്ല. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നാലും ആരോ പഠിച്ച തന്നെയല്ലേ നമ്മളിങ്ങനെ പൊട്ടിമുളക്കോ? അവൻ അതിൻ്റെ ആ സംഘടനയുടെ നേതാവായിരിക്കും. പക്ഷെ അവൻ്റെ ഉള്ളിലും എന്നാലും ശരി തന്നെയാണോ നമ്മൾ ഈ വിളിച്ചു പറയുന്നത്? ആത്മസംഘർഷത്തിലാണ് ദൈവനിഷേധികൾ. ഒന്നിനും ഒരു അർത്ഥം കാണാൻ പറ്റുന്നില്ല. ഒന്നിലും അർത്ഥമൊക്കെ വെറുതെ ഉണ്ടായെന്നല്ലേ പറയാ. ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ഒരു ചെറിയ പുല്ലിന്റെ കതിരിൽ പോലും അല്ലാഹുവിന്റെ മുഅ്ജിസത്ത് കാണാൻ കഴിയും. ഇരുളിലും വെളിച്ചത്തിലും നമ്മൾ കേൾക്കുന്ന ചീവീടുകളുടെ ശബ്ദത്തിൽ പോലും അല്ലാഹുവിന്റെ ഖുദ്റത്തുണ്ട്. കൊച്ചു കൊച്ചു ഉറുമ്പിന്റെ ഉള്ളിലും ഈച്ചക്കുള്ളിലും കൊതുകിനുള്ളിലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം ഒരു മുഅ്മിന് കാണാൻ കഴിയും. എന്നാൽ വലിയ വലിയ ജന്തുക്കളിൽ ഭീമമായ ജീവജാലങ്ങളിൽ പോലും ദൈവനിഷേധികൾക്ക് എന്ത് കാണാനുണ്ട്? മീനിങ്ലെസ്, ടോട്ടൽ റാൻഡംനെസ്. ഇതാ അവര് പറയാ, വൈകഅന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. ദൈവമില്ലാതെയാണ്, പടച്ചവനില്ലാതെയാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്ന് ആര് പറയുകയാണെങ്കിൽ തന്നെയും അവരാർക്കും വിജയിക്കുക സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിടുന്നു. എന്നിട്ടൊരു കാര്യം പറയുകയാണ്, തിൽക്കദ്ദാറുൽ ആഖിറ. മരണത്തിന് ശേഷം നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ആഖിറത്തിന്റെ ലോകമുണ്ട്, പരലോകം. അത് മരണത്തിന് ശേഷം പ്രപഞ്ചത്തിന്റെ ഒരു മരണം നടക്കുന്നു. അതാണ് ഖിയാമത്ത് നാൾ. മനുഷ്യരുടെ മരണത്തിന് ശേഷം ഖിയാമത്ത് എന്ന ഈ പ്രപഞ്ചത്തിന്റെ ഒരു മരണമുണ്ട്. ആ മരണം കൂടെ കഴിഞ്ഞാൽ സംവിധാനിക്കപ്പെടുന്ന മഹ്ശറയുടെ വിചാരണ കഴിഞ്ഞാൽ പോകുന്ന ഒരു ലോകമുണ്ട്. തിൽക്കദ്ദാറുൽ ആഖിറ. സ്വർഗം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. നജഅലുഹാ, അത് നാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. സ്വർഗം ഇപ്പോൾ നിലവിലുണ്ട്. അൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്. സ്വർഗം നിലവിലുള്ളതാണ്, അത് ഊഹാപോഹമല്ല, അത് ഹഖാണ്. അപ്പോഴേ മുസ്ലിം ആവുള്ളൂ. സ്വർഗം ഉള്ളതാണ്, നരകം ഉള്ളതാണ്. വസ്സിറാത്തു ഹഖ്ഖുൻ. സിറാത്ത് എന്ന പാലം ഇപ്പോൾ നിലവിലുള്ളതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഈ ലോകം കാണാൻ പറ്റുന്നുണ്ട്, അത് പറയാതെ ഈ ലോകം മുഴുവൻ കാണാൻ പറ്റുന്നുണ്ട്. കോടാനുകോടി നക്ഷത്രങ്ങളുള്ള താരസമൂഹങ്ങളുള്ള ഈ പ്രപഞ്ചം മനുഷ്യന്റെ ദൃശ്യപ്രപഞ്ചത്തിന്റെ കേവലം 4% ആയിട്ടുള്ളൂ. ബാക്കി 96% കാണാൻ കിട്ടിയിട്ടില്ല. എന്നാണ് പരലോകത്തിനെ സംബന്ധിച്ച് ചോദിക്കുന്നത്. ഈ ദൃശ്യപ്രപഞ്ചം കാണാൻ പറ്റിയില്ലല്ലോ. പ്രപഞ്ചത്തിന് അതിര് വേണ്ടേ, ലിമിറ്റ് വേണം. നിരീശ്വരവാദികൾ തന്നെ പറയും
അനശ്വരമായി തുടരാൻ പാടില്ല. പ്രപഞ്ചത്തിൽ ലിമിറ്റ് വേണം. നക്ഷത്രങ്ങൾ എവിടെയും പോയി മുട്ടണം, പക്ഷെ എവിടെ മുട്ടുന്നില്ല, വികസിച്ചുകൊണ്ടേയിരിക്കുക. എന്താ മുട്ടാത്തതെന്നറിയോ? ആ സ്ഥലം കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ സ്ഥലം ഉണ്ടാവണ്ടേ? വേണം. അങ്ങനെ പ്രപഞ്ചത്തിനൊരു അതിരുണ്ടെങ്കിൽ ആ അതിരാണ് ഒന്നാനാകാശം. ഒന്നാനാകാശം എവിടെയാണെന്ന് പോലും ഇതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഈ ദൃശ്യപ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ, താരസമൂഹങ്ങൾ, they are expanding one from another. ഒന്ന് മറ്റൊന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇവിടുന്ന് ഒരാൾ നീങ്ങി അവസാനം ഈ കർട്ടനിൽ പോയി മുട്ടണ്ടേ? അല്ലേ? എവിടെയെങ്കിലും പോയി അവസാനിക്കണ്ടേ? ഈ സ്റ്റേഡിയം എവിടെയെങ്കിലും മൂലൊക്കെ തട്ടണ്ടേ? തട്ടൂല? വേണ്ടേ? വേണ്ടെങ്കിൽ തട്ടണ്ടേ? അങ്ങനെ ഒരു ഇടം പ്രപഞ്ചത്തിൽ കാണുന്നില്ല. നക്ഷത്രങ്ങൾ എവിടെ പോയി നിൽക്കുന്നത്? ഒരറ്റം കാണുന്നില്ല. അപ്പം നമുക്ക് എവിടെയാണ് ആകാശം എന്ന് പറയാൻ കഴിയില്ല. ഈ നീല നിറം കാണുന്നതല്ലല്ലോ ആകാശം. പ്രകാശത്തിന്റെ വികിരണം സംഭവിക്കുന്നത് അതിൻ്റെയൊക്കെ എത്രയോ നക്ഷത്രങ്ങൾക്ക് മുകളിൽ, താരസമൂഹങ്ങൾക്കപ്പുറത്ത്, ബില്യൺ കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറം ഇതിനൊരു അറ്റം വേണം. ആ അറ്റം ഇതുവരെ ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആർക്ക് പറ്റി? മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി മിഅ്റാജിന്റെ രാവിൽ ഹബീബ് അത് അനുഭവിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സമാഉദ് ദുനിയയും സമാഉൽ സാനിയ സമാഉൽ സാലിസ സമാഉൽ റാബിഅ സമാഉൽ ഖാമിസ സമാഉൽ സാദിസ വസ്സമാഉൽ സാബിഅ വമാ ഫൗഖഹ. 7 ആകാശങ്ങളും അതിനപ്പുറം നബി തങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാദിഖും മസ്ദൂഖുമായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ സ്വർഗ്ഗം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഉള്ളതാണോ? അതേ ഉള്ളതാണ്. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا. ഭൂമിയിൽ അരക്ഷിതത്വം ഉണ്ടാക്കാതെ, ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മാന്യന്മാരായി സൗമ്യരായി ജീവിക്കുന്ന ആളുകൾക്കാണ് നാളെ പരലോകത്തിന്റെ വിജയം. ഖാറൂൻ എങ്ങനെ നടന്നത്? അഹംഭാവത്തിലാ, അഹങ്കാരത്തിലാ നടന്നത്. പക്ഷേ ഭൂമിയിൽ വിനയത്തോടെ ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ, ഭൂമിയിൽ ഉയരണം, ഭൂമിയിൽ വലിയ ആളാവണം എന്ന ഒരു ചിന്തയുമില്ലാതെ അല്ലാഹുവിനനുസരിച്ച് പച്ചയായ റബ്ബിന്റെ അടിമയായി ജീവിക്കുന്ന ആളുകൾ വലാ ഫസാദാ, ഒരു മഹല്ലിലും ഒരു വീട്ടിലും ഒരു നാട്ടിലും ഒരു പഞ്ചായത്തിലും ഒരു കുഴപ്പമുണ്ടാക്കാതെ നടക്കുന്നവർ, അവർക്കുമാണ് സ്വർഗം. കുളം കലക്ക സ്വർഗം കിട്ടൂല, കലക്കൽ കിട്ടും. ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ കലങ്ങി ഉഷാറാക്ക, സ്വർഗം കിട്ടുമോ? കിട്ടൂല. വലാ ഫസാദ. മുഅ്മിനീങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്നത് സ്വർഗം നഷ്ടമാവാൻ കാരണമാണ്. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. അവസാന വിജയം അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് മാത്രമാണ്. ദുനിയാവിൽ ചില ആളുകൾക്ക് അവാർഡ് കിട്ടും, വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. അതൊന്നും ചിലപ്പോൾ പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. മുഅ്മിനീങ്ങൾ അവർക്ക് ലഭിക്കും അൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സ്വർഗ്ഗലോകത്ത് അല്ലാഹു അവരെ പ്രകാശത്തിന്റെ കിരീടം വെച്ച് സ്വീകരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു ഈ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് ഒരായത്ത് കൂടെ പറയുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ. ഒരു നന്മ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അതിലും ഖൈറായത് അല്ലാഹു നൽകും. ഒരു സിംഗിൾ പെന്നി, ഒരു പൈസ, ഒരു 10 രൂപ, ഒരു 100, ഒരു 1000, ഒരു ലക്ഷം, നിങ്ങൾ എന്താണോ അല്ലാഹുവിന് നൽകുന്നത്, നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം, നിങ്ങളുടെ നല്ല വാക്കുകൾ, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ നല്ല മനസ്സ്, നിങ്ങളുടെ മനം നിറഞ്ഞ പുഞ്ചിരി, ഇതിനൊക്കെ കൂലി ഉണ്ടാവും. അല്ലാഹു അതിലും ഖൈർ നിങ്ങൾക്ക് നൽകും. വമൻ ജാഅ ബിസ്സയ്യിഅ, ആരെങ്കിലും തിന്മയുമായി വന്നാൽ, തൗബ ചെയ്യാതിരിക്കുകയും ചെയ്താൽ, തിന്മ ചെയ്താൽ പിന്നെ അങ്ങനെയല്ല, അത് മുർജിഅത്തിന്റെ വാദം. തിന്മ ചെയ്തു, തെറ്റ് സംഭവിച്ചു പോയി, പുരുഷന്മാരാ, പക്ഷെ തൗബ ചെയ്തു, അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങി, റബ്ബേ മാപ്പാക്കി തരണമെന്ന് പറഞ്ഞു. ഫലാ യുജ്സല്ലദീന അമിലുസ്സാലിഹാതി ഇല്ലാ മാ കാനൂ യഅമലൂൻ.
തൗബ ചെയ്തവർക്ക് അല്ലാഹു പുറത്തു തരും. എന്നാൽ തൗബ ചെയ്യാതെ ദുഷ്കർമ്മികളായി ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് തിന്മ തന്നെയാണ് പ്രതിഫലം നൽകപ്പെടുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.